ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് ടേണി. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷെ എൻ്റെ സാർ ലീവായതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഇല്ല കേട്ടോ. പിന്നെ അമ്മയും ഇല്ല, അമ്മയ്ക്ക് ഓഫീസിൻ്റെ ട്രിപ്പായിട്ട് മിഞ്ഞാന്ന് രാത്രി പോയതാണ്. ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് എത്തും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഉള്ളവർക്ക് ചായയും പിന്നെ എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വെച്ചു ബ്രെഡും ടോസ്റ്റ് ചെയ്യാം, ചായ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ പണികളിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ചായ ഇതാ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ചായ അച്ഛന് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചായ അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. അച്ഛനോടെ ന്യൂസ് പേപ്പർ വായിക്കായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ കരുതി വന്നു കേട്ടോ. ആദ്യം ചുമ്മാ ടോസ്റ്റ് ചെയ്യാനാണ് കരുതിയത്. പിന്നെ ഓർത്തു വെറുതെ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അങ്ങനെ ബ്രെഡ് ചുമ്മാ നമ്മൾ ഗീയിൽ അപ്പുറം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു ചീസും പിന്നെ ഒരു ടൊമാറ്റോ, ഒരു സവാള, കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. നമ്മളിപ്പോൾ വെജ് ആയതുകൊണ്ട് മുട്ടയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വെജീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അച്ഛന് കൊടുത്തു. അച്ഛൻ ഇങ്ങനെ ഇന്ന ഫുഡ് തന്നെ വേണമെന്നൊന്നുമില്ല. അച്ഛൻ കഴിച്ചു, അച്ഛന് ഇഷ്ടമായിട്ടോ. ഞാനും കഴിച്ചു നോക്കി, നല്ല ക്രിസ്പി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴേക്കും വേഗം കുളിച്ച് റെഡിയായിട്ട് നമ്മൾ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ പോകാം കേട്ടോ. അവിടെ നിന്ന് അയ്യപ്പൻ വിളക്കാണ്. അച്ഛൻ ചെടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന ചെടി ഇങ്ങോട്ട് മാറ്റിവെക്കുക, ഇവിടെ ഇരിക്കുന്ന ചെടി അങ്ങോട്ട് മാറ്റിവെക്കുക, അതന്നെ അച്ഛൻ്റെ പണി. പക്ഷേ അച്ഛൻ ഇങ്ങനെ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യണോണ്ടാട്ടോ നമ്മുടെ വീട്ടിൽ ഇത്ര അധികം ചെടികളുള്ളത്. നല്ല കാറ്റും മഴയാട്ടോ പുറത്ത്, നല്ല കാറ്റും ഉണ്ട്. അതിനോടൊപ്പം തന്നെ മഴയും ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് വൃശ്ചിക മാസത്തിൽ ഇങ്ങനെ മഴ പെയ്യാൻ എന്തായിരിക്കും റീസൺ എന്നാണ് കേട്ടോ. അച്ഛൻ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് ചെടിയൊക്കെ അതിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ ബോഗൻവില്ലാസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ടൈപ്പ് കളേഴ്സ് ഉണ്ട്. പിന്നെയും കുറച്ചുണ്ട് കേട്ടോ, അത് മുകളിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴി സൺഡേ ലോണ്ടറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കയറി അച്ഛന് കുറച്ച് ഡ്രസ്സുകൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയിട്ടോ. മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. ഇതാട്ടോ മമ്മിയൂർ ശിവക്ഷേത്രം. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവരൊക്കെ ഏകദേശം എല്ലാവരും ഇവിടെ വന്നിട്ട് ഞാൻ പോവാറുള്ളത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ നിന്നാലാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. എന്നാലും നിന്നിട്ട് തന്നെ കാര്യം. കുറേ നേരം നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ നമ്മളിതാ എത്താറായിട്ടോ. ഇത് അവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സദ്യയായിരുന്നു. 5-6 കൂട്ടം കറികളുണ്ടായിരുന്നു. പിന്നെ രസം, മോര്, പാലട പായസമൊക്കെ ആയിട്ട് അടിപൊളി സദ്യയായിരുന്നു. വയറ് നിറച്ച് കഴിച്ച് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുറത്ത് കുറച്ച് അമ്പലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു കേട്ടോ. അയ്യപ്പൻ്റെ ഒക്കെ അമ്പലം കാണാൻ അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നും വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അച്ഛനൊരു മുരുകൻ്റെ വിഗ്രഹം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂജാ സ്പേസിൽ വെക്കാൻ വേണ്ടിയിട്ട്. അവരത് കൊറിയർ അയച്ചിട്ടുണ്ട്. ഭയങ്കര കെയർഫുൾ ആയിട്ടോ. 2-3 പെട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ട് നമ്മുടെ വിഗ്രഹത്തിനൊന്നും പറ്റാൻ പാടില്ലല്ലോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അച്ഛനത് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു കോൺ ടോപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചു. നല്ല മഴയാണ്, എന്നാലും ഐസ്ക്രീം കഴിക്കാൻ ഒരു സുഖം. അത് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഹരിക്കഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു തെലുങ്ക് വെബ് സീരീസാണ് തോന്നുന്നത്. മലയാളം ഡബ്ഡാണ്. അത് കണ്ടു കേട്ടോ. കുറച്ച് ഞാൻ ഒന്ന് കണ്ടുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിറ്റേ ദിവസം ഞാൻ മുഴുവൻ കണ്ടെടുത്തു. അടിപൊളി സ്റ്റോറി ആട്ടോ. പിന്നെ ഒരു 8:30 ആയപ്പോഴേക്കും അമ്മ എത്തി ടൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുന്നംകുളത്ത് പോയിട്ട് വിളിക്കാൻ പോയിട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ വീണ്ടും കണ്ണാടിയൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോ ഒക്കെ തിരിച്ച് പോകണ വഴി നമ്മളൊരു ക്രിസ്മസ് ട്രീ വാങ്ങാൻ വേണ്ടി കയറിയിട്ടോ. അങ്ങനെ ക്രിസ്മസ് ട്രീ വാങ്ങി പിന്നെ ഡെക്കറേഷണൽ ഐറ്റംസൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഈ ഒരു ക്രിസ്മസ് ട്രീ പുതിയ ടൈപ്പാട്ടോ അവർ പറയുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു കുഞ്ഞ് ട്രീ ഇരിക്കുന്നുണ്ട്. ഇതിനി കവർ കൂരിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസമായിട്ടോ നമ്മൾ സെറ്റ് ചെയ്യണുള്ളൂ. അന്ന് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണില്ല. അങ്ങനെ അത് കഴിഞ്ഞൊരു 9:30 ആയപ്പോഴേക്കും നമ്മൾ ഗുരുവായൂർ ഏകാദശിയുടെ കാർണിവൽ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്നു കേട്ടോ. ഞാനും അച്ഛനും അമ്മയേ ഉള്ളൂ, അനിയനില്ല കേട്ടോ. നമ്മൾ പോയ ഉടനെ ആദ്യം കയറിയത് മരണക്കിണറിലാട്ടോ. മരണക്കിണർ നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള അത്യാവശ്യം എല്ലാ വ്യൂവും കാണാൻ പറ്റും. എന്തായാലും നമ്മൾ മരണക്കിണർ മിസ് ചെയ്യാറില്ല. കാരണം അവരത്രയും റിസ്ക് എടുത്ത് ചെയ്യണതല്ലേ. അപ്പോൾ നമ്മൾ അതിനൊരു പ്രോത്സാഹനം കൊടുത്താലല്ലേ അവർക്ക് ഒരു സന്തോഷമൊക്കെ ആവുള്ളൂ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കണ്ടു. എത്ര റിസ്ക് എടുത്തിട്ടല്ലേ കാറിലൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ അതിന് പുറത്തോട്ടിറങ്ങി യന്ത്രൂഞ്ഞാലിലൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു പുഴുവിൻ്റെ പോലത്തെ സംഭവം കണ്ടോ, അതിൽ അമ്മയ്ക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, എന്നാലും അമ്മയുടെ കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടോ. ഈ സംഭവത്തിൽ കയറിയിട്ട് ഒരു 10-15 റൗണ്ട് ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിപ്പം നിർത്തും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ നിർത്തുന്നില്ല, അവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 10-15 റൗണ്ട് കറങ്ങിയതിന് ശേഷം നമ്മളതിന് ഇറങ്ങിയിട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ വാങ്ങി തലയിലിട്ടു. എനിക്കിഷ്ടമായിട്ടോ. നല്ല LED ലൈറ്റൊക്കെ കത്തി നിൽക്കണുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി. എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചുമ്മാ വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പടിഞ്ഞാറ് നടയിലൊക്കെ കടി കഴിട്ട് പുട്ടും കടലൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.